മാതാപിതാക്കൾ മക്കളെ സംരക്ഷിച്ച് അവരുടെ സുഹൃത്തുക്കളായി ജീവിക്കണമെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് മക്കളുടെ വിശ്വാസത്തിന് വേണ്ടി അവരുടെ ജീവിത അന്തസ്സുകൾക്ക് വേണ്ടി ദൈവവിളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം മാതാപിതാക്കളെന്നും വ്യക്തമാക്കി. തുരുത്തി മർത്താമറിയം ഫൊറോന പള്ളിയിൽ വിശുദ്ധ അഗസ്തീനോസിന്റെ ദർശന തിരുനാളിന്റെ പ്രധാന തിരുനാൾ കുർബാനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ ആലഞ്ചേരി പിതാവ്. നാം എപ്പോഴും ദൈവസന്നിധിയിൽ രമ്യതപ്പെട്ട് കഴിയുന്നവരാകണമെന്നും സഹോദരങ്ങളോട് ഐക്യപ്പെടാൻ സാധിക്കണമെന്നും പരാമർശിച്ച സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് മക്കൾ വീടുകളിൽ ആയിരിക്കുമ്പോൾ മക്കളെ ഇവയെല്ലാം പറഞ്ഞു പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പഴയ കാലത്തെ മാതാപിതാക്കൾ മക്കളെ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തെ മാതാപിതാക്കൾക്ക് അതിന് സമയമില്ല. ജോലിക്ക് വേണ്ടി ഒരർത്ഥത്തിൽ അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. അത് പാടില്ല. മക്കൾ നമ്മളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടവരാണ്. വിശുദ്ധ മോനിക്ക എത്രമാത്രം തീഷ്ണതയോടുകൂടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് വിശുദ്ധ അഗസ്തീനോസ് മാനസാന്തരം ലഭിച്ചതെന്നും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് ചൂണ്ടിക്കാട്ടി. അതിനാൽ മാതാപിതാക്കൾ മക്കളെ സംരക്ഷിച്ച് അവരോട് ദിവസവും സൗഹൃദം പുലർത്തി ജീവിക്കണം. മക്കളുടെ വിശ്വാസത്തിന് വേണ്ടി അവരുടെ ജീവിതാന്തസ്സുകൾക്ക് വേണ്ടി ദൈവവിളിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം. അങ്ങനെ നല്ല പുതുതലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കുമെന്നും വ്യക്തമാക്കി. തുരുത്തി മർത്തമറിയം ഫൊറോന പള്ളിയിൽ വിശുദ്ധ അഗസ്തീനോസിന്റെ ദർശന തിരുനാളിന്റെ പ്രധാന തിരുനാൾ കുർബാനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ കാർമ്മികത്വവും വഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്ദ്യ ആലഞ്ചേരി പിതാവ്. അതേസമയം തുരുത്തി ഇടവക ദൈവാനുഗ്രഹത്താൽ ധന്യമായ ഇടവകയാണെന്നും ഞാൻ ഉൾപ്പെടെ നിരവധി വൈദികരെയും സന്യസ്തരെയും അൽമായ നേതാക്കന്മാരെയും ഒരുക്കിയ ഇടവകയാണ് തുരുത്തിയെന്നും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. എപ്പോഴും എന്റെ മാതൃ ഇടവക തുരുത്തി എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുകയാണ്. മാമോദിസ മുതൽ പടിയറ പിതാവ് പൗരോഹിത്യം തന്ന കാലയളവുകളെ ഈ അവസരത്തിൽ ഓർക്കുകയാണെന്നും മിഷൻ ലീഗ് ആദ്യം സ്ഥാപിച്ചത് തുരുത്തിയിലാണ്. അതിലൊരു അംഗമായിരുന്നു താനെന്നും ഓർമ്മിപ്പിച്ചു. വൈകുന്നേരം തുരുത്തി കാന ഭാഗത്ത് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറക്ക് നടത്തി. വികാരി ഫാദർ ജേക്കബ് ചീരംവേലിയിൽ നേതൃത്വം വഹിച്ചു. ഷിഗിന ന്യൂസ്, കോട്ടയം.